215 രൂപ കിട്ടും. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ഇവിടെ എത്രയേ കിട്ടും? ഇതും പേര് ദുനിയാവ് മുഴുവൻ നടന്നുകൂടാഞ്ഞിട്ടാ. ഒരു മര്യാദ വില ഒന്നൂടെ. 10 രൂപയുടെ തരാം. ഒരു 300 രൂപ ശനെ. സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. അങ്ങനെ ഒഴിഞ്ഞാലോ ചേട്ടാ, ഞാൻ സംസാരിക്കാം. എത്ര കിലോ ഉണ്ട്? 9 കിലോ. 9 കിലോ ആകുമ്പം 14 40 ഗുണം 750 രൂപ എടുക്കും. എനിക്ക് സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായിരം മകരെ കൊടുക്കുന്നത് 800 രൂപ അവിടെ. 800 രൂപ കിട്ടും. ചേട്ടൻ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വേണ്ടെങ്കിൽ വേണ്ട, സാധനം എടുക്കടേ. വേണ്ട വേണ്ട, കൊണ്ടുപോണ്ട, പണം ഞാൻ തരാം. ആ അങ്ങനെ വഴിക്ക് വാ. ഓക്കെ എടുത്തോ. അല്ല, അവര് വന്നു നമ്മളെ നമ്മളെ കമ്പിയിലേക്ക് അയാളെ പോയി പിടി. കൈവിട് കൈവിട്. കാശെടുക്ക്. ചേട്ടാ എന്താ ഇത്? ഓടി വരുമ്പോ കാശെടുത്തരുന്ന ബാങ്കോ ഉണ്ടല്ലോ നമുക്ക് കാശ് കൊടു. ഓടെ കള്ള. പിന്നെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിയതാ. നിങ്ങൾ അവിടെ ഒന്ന് നാടൻ കളിച്ചപ്പോ ആർക്കും ഇല്ലാണ്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. കമ്പി പൊട്ടിച്ചെടുത്തേ അവസരോചിതമായി ഞങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചിട്ടാ നിങ്ങൾ അടികൊള്ളാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമുക്കിട്ടൊരു പാരയോ? ഇപ്പൊ നിങ്ങളാ ഞങ്ങൾക്കിട്ട് പാര പണിഞ്ഞത്. ഒന്ന് ഹബീബെ, കാലിച്ചായക്ക് വകല്ലാഞ്ഞിട്ടാ നമ്മളെ കമ്പി അടിച്ചേ. അത് നമ്മളെ പൈസ തന്നിട്ട് പോണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അവിടെ ഒന്ന് പോവോ? ഒരു കാര്യം ചെയ്യ്, ഇത് പകുതിയെങ്കിലും ഞങ്ങൾക്ക് താ. 50-50. ഇക്കാര്യം നേരത്തെ ആലോചിക്കാൻ എന്താ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ. കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. അതെ കള്ളൻ. നമ്മൾ 4 പേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. വില കുറച്ച് പറഞ്ഞ കടക്കാരൻ നമ്മൾ 4 പേരും കൂടി ചേർന്നപ്പം കൃത്യമായ വില തന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. പറഞ്ഞത് മനസ്സിലായില്ലോ? മനസ്സിലായി. കളവ് ചതിയും വഞ്ചനൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. അതിന് കള്ളന്മാരെ വിശ്വസിക്കാൻ പറ്റും. വിശ്വസിക്കാം. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ ഒറ്റക്കെട്ട്.